ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് അഡ് വിത്ത് ഉണ്ണി ശരത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോസൊന്നും ഇടാറില്ല, കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളത് തന്നെയാണ്. ഇന്ന് നമ്മളിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 5 ചാനൽ ആംപ്ലിഫയർ ബോർഡാണ്. LM3886 IC വെച്ച് വരുന്ന ഒരു 5 ചാനൽ ആംപ്ലിഫയർ ബോർഡ്. ഒരു സച്ചിൻ ശ്രുതിയാണ് ഈ ബോർഡ് ഇറക്കുന്നത്. ഒരു ഡബിൾ സൈഡ് PCBയിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു PCBയിൽ തന്നെ വരുന്ന ഒരു 5 ചാനൽ ആംപ്ലിഫയർ ബോർഡാണിത്. നമുക്ക് കാണാൻ സാധിക്കും, ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. നല്ല ബാക്ക് നമ്മളതിൻ്റെ ഡബിൾ സൈഡ് PCB നല്ല ക്വാളിറ്റി ഉള്ളൊരു PCB ആണ്. ഒരു ഗ്രീനിഷ് PCBയിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോർഡ്. ഈ LM3886 ICനെ പറ്റി നമുക്ക് അറിയാം. നല്ല ഹൈ ക്വാളിറ്റി ആംപ്ലിഫയറുകളൊക്കെ, അതുമാതിരി യമഹ തുടങ്ങിയ ഹൈ ബ്രാൻഡ് ആംപ്ലിഫയറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു IC ആണ് LM3886 IC. നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ട്, ഒരു അറൗണ്ട് ഒരു 60 to 70 അടുത്ത് നമുക്ക് ഔട്ട്പുട്ട് തരുന്ന, അതും നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ട് തരുന്ന ഒരു IC ആണ് LM3886 IC. പിന്നെ ഈ ബോർഡ് നമുക്ക് കിട്ടാനും ബുദ്ധിമുട്ടാണ്, വളരെ റയറായിട്ടൊക്കെയാണ് ഈ ബോർഡ് ഇപ്പോൾ ഇറങ്ങാറുള്ളത്. പിന്നെ ഈ ബോർഡിൻ്റെ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും, നല്ല LM3886 നന്നായിട്ട് ഹീറ്റ് ആവുന്ന ഒരു IC തന്നെയാണ്. അപ്പോൾ അതിനെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു 12 നമുക്ക് കാണാൻ സാധിക്കും. 12 ലീഫ് 8 സിങ്ക് ഇതിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ഇതിൻ്റെ ഒപ്പം. കാരണം നമുക്കറിയാം, ചൂട് നമുക്ക് പരമാവധി അബ്സോർബ് ചെയ്യുന്നതാണ് ICക്ക് ഏറ്റവും നല്ലത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹീറ്റ് സിങ്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് മറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രത്യേകിച്ച് ട്രാൻസ്ഫോമർ ഒരു 24 മുതൽ ഒരു 28 വരെയുള്ള ഡ്യുവൽ സപ്ലൈ വരുന്ന ഒരു ട്രാൻസ്ഫോമറുകൾ നമുക്ക് പരമാവധി യൂസ് ചെയ്യാം ഈ ഇതിലേക്ക്. അത് ട്രാൻസ്ഫോമർ AC ആണ് പറയുന്നത്. 24 മുതൽ 28 വരെയുള്ള ട്രാൻസ്ഫോമറുകൾ AC നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് AC നേരിട്ട് ട്രാൻസ്ഫോമർ എന്ന് വരുന്ന കണക്ഷൻ ഇവിടെ ഡ്യുവൽ സപ്ലൈ ആണ് വരുന്നത്. നമുക്കിവിടെ നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആ കണക്ട് ചെയ്യാനുള്ള ഒരു സ്ക്രൂ ടെർമിനലിൽ കൊടുത്തിട്ടുണ്ട്. നല്ലത് എപ്പോഴും നമ്മൾ പവർ സെക്ഷനൊക്കെ എപ്പോഴും നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഇവിടെ മെറ്റൽ ഡയോഡ് കാണാം. നമുക്ക് നല്ലൊരു മെറ്റൽ ഡയോഡ് നേരെ AC മെറ്റൽ ഡയോഡ് വഴി DC ആയിട്ട് കൺവേർട്ട് ചെയ്ത്, കൂടാതെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് 4 കപ്പാസിറ്ററുകൾ കാണാം. സാംവയുടെ 4 കപ്പാസിറ്ററുകൾ 50 വാട്ടിൻ്റെ 10,000 mAh വരുന്ന ഒരു 4 കപ്പാസിറ്ററുകൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നാളപ്പോൾ നമുക്ക് നമ്മുടെ കുറേ സ്പേസുകൾ ഒഴിവാക്കാൻ പറ്റും. കാരണം ഒരു AC റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ വേണമെന്ന് നമുക്കറിയാൻ പറ്റും. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നേരിട്ട് ട്രാൻസ്ഫോമറിന് നേരിട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബോർഡാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ ബോർഡിൽ നിന്ന്, നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് കിട്ടും. കൂടാതെ തന്നെ നമുക്കിവിടെ ഇതിൽ സോൾഡറിങ്ങിൻ്റെ മറ്റാവശ്യമില്ല എന്ന് പറയാൻ കാരണം, നമുക്കിവിടെ കാണാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ കാണാം. ഇതിനൊക്കെ അവർ സോക്കറ്റ്, നമുക്ക് കേബിൾ അടക്കം വരുന്ന ഒരു സോക്കറ്റ് നമുക്ക് തരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കേബിളുകൾ തന്നെയാണ് അവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ ഇതാണ് നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ വരുന്നത്. നമുക്കിവിടെ കാണാം ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ. ഇതിൻ്റെ പ്രത്യേകത, നമുക്ക് എല്ലാ സെക്ഷനും ഇവിടെ ഗ്രൗണ്ട്, എല്ലാ ചാനലിനും ഒരു ഗ്രൗണ്ട് ഇവിടെ നമുക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. എല്ലാത്തിനും ഒരു ഗ്രൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ഏരിയ. ഇവിടെ ആയാലും തന്നെ നമുക്ക് കാണാം ഗ്രൗണ്ട് ഫ്രണ്ട് റൈറ്റ്, ഗ്രൗണ്ട് ഫ്രണ്ട് ലെഫ്റ്റ്, ഗ്രൗണ്ട് സറൗണ്ട് ലെഫ്റ്റ്, ഗ്രൗണ്ട് സറൗണ്ട് റൈറ്റ്, ഗ്രൗണ്ട് സെൻറ്റർ. ഇവിടെ ആയാലും, അതായത് ഔട്ട്പുട്ട് സ്പീക്കറിലേക്ക് പോകുന്ന ഔട്ട്പുട്ട് ആയാലും അവിടെ അതെ ഓരോ സെക്ഷനും അവർ പ്രത്യേകം ഗ്രൗണ്ടുകൾ ഇതിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ആംപ്ലിഫയർ ബോർഡുകളിൽ അങ്ങനെ നമ്മൾ അധികം കാണാത്ത രീതിയിലുള്ളൊരു ഇതാണ്. സാധാരണ കോമൺ ആയിട്ടൊരു ഗ്രൗണ്ടാണ് ഉണ്ടാവാറ്. അപ്പോൾ അങ്ങനൊരു ഇതുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു 35 വോൾട്ടിൻ്റെ നമുക്കൊരു ഔട്ട്പുട്ട് നമുക്ക് പ്രീ ബോർഡുകൾക്കൊക്കെ, അതായത് നമുക്ക് വേണമെങ്കിൽ സബ്ബൊക്കെ ആഡ് ചെയ്യാനും മറ്റ് ബോർഡുകൾക്കൊക്കെ ഒരു 35 വോൾട്ട് വരെ DC നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു
ഒരു ഔട്ട്പുട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. അത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ചിലപ്പോൾ ചിലത് ഒന്നെങ്കിൽ ഇതിനൊക്കെ നമുക്കൊരു സബ് ഫിൽറ്റർ ബോർഡിനോ അല്ലെങ്കിൽ മറ്റ് ബോർഡുകൾക്കൊക്കെ വേണ്ടി നമുക്ക് ഇതിൽ നിന്ന് ഔട്ട് എടുക്കാം. അങ്ങനൊരു ഇതും കൂടി അവർ ചെയ്തിട്ടുണ്ട്. ഇതിനും അതെ, അവരെല്ലാത്തിനും സോക്കറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ബോർഡ് ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പറ്റിയ തരത്തിലുള്ളൊരു ബോർഡ് തന്നെയാണ്, വലിയ പണികളില്ലാതെ തന്നെ. പിന്നെ ഹൈ ഔട്ട്പുട്ടിനെ പറ്റി നേരത്തെ പറഞ്ഞു, നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ബോർഡും കൂടിയാണ്. റേറ്റ് നോക്കുകയാണെങ്കിൽ നല്ല റേറ്റാണ്. റേറ്റിൽ കുറച്ച് റേറ്റ് ഇപ്പോൾ വ്യത്യാസമൊന്നുണ്ട്. ഇതൊരു കുറച്ച് പഴയ ബോർഡാണ്. ഇപ്പോൾ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. ഇപ്പോഴത്തെ റേറ്റിംഗ് എങ്ങനെയൊന്നും അറിയില്ല. ഞാൻ പഠിക്കുമ്പോൾ 2000 above വന്നിട്ടുണ്ട് ഈ ബോർഡിന്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണ്. നിങ്ങൾ ഈ ബോർഡിനെ പറ്റി പിന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം എന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബോർഡ് ഒന്ന് പരിചയപ്പെടുത്തിയത്. ഇതാണ് ഈ ബോർഡിനെ പറ്റി പറയാനുള്ളത്. പ്രത്യേകിച്ച് വേറെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക. പരമാവധി ഇനി പുതിയ വീഡിയോസൊക്കെ വേഗം ഇടാൻ ശ്രമിക്കാം എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളുള്ള കാരണമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.